എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു മാങ്ങ കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്, കുറച്ച് റവയും. 4 മണി പലഹാരമാണ് ഉണ്ടാക്കണേ. ഞാൻ മാങ്ങ ഒന്ന് തൊണ്ട് ചെത്തി അരിഞ്ഞെടുക്കട്ടെ. ഞാൻ ഒരു മിക്സി എടുത്തിട്ട് ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞേക്കുന്നതാണ്. അത് ഒരു കാട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങ നല്ലോണം ചെനച്ച് പഴുത്ത് തുടങ്ങിയതാണ് കേട്ടോ. ഞാൻ പുളി ഇല്ലാത്തത് നോക്കിയെടുത്താണ്. അത് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കട്ടെ. മാങ്ങ കൊണ്ടുള്ള 4 മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. ബട്ടർ മെൽട്ടായിട്ടുണ്ട്. ഇവിടെ ക്യാരറ്റും മാങ്ങയും കൂടി അരച്ച് വെച്ചേക്കണത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക, നല്ലോണം വറ്റിച്ചെടുക്കുക. ഒരു കപ്പ് റവ വെള്ളമൊഴിച്ച് കലക്കി വെച്ചേക്കണതാണ് കേട്ടോ. അത് ഈ മാങ്ങയും ക്യാരറ്റിൻ്റെ കൂട്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുക. റവ ആയതുകൊണ്ട് പെട്ടെന്ന് തിക്കായി വരും കേട്ടോ. അതേ ഞാൻ ഇത്രയും പഞ്ചസാര 250ൻ്റെ കപ്പാണ്. ഇത്രയും പഞ്ചസാര അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. കുറച്ച് മാറ്റിക്ക് ആവശ്യത്തിലേക്ക് ഇടാം. മധുരല്ലേ, കൂടുതൽ ടേസ്റ്റ് വരാൻ വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി, ഏലക്കായ തന്നെ പൊടിച്ചേക്കുന്നതാണ് കേട്ടോ. ഒരു പിടി തേങ്ങ, തേങ്ങയും കൂടി ചെല്ലുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് വരാം. ഇത്രയും ഉപ്പ്, മധുരല്ലേ, കൂടുതൽ ഉപ്പ് വേണ്ട. കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതും, കപ്പലണ്ടി ഇല്ല അതുകൊണ്ട്, പീനട്ട് ഇല്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ മിഠായി എടുത്തുനിന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അത് ഞാൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി എല്ലാവർക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇനി ചൂടാറാൻ വയ്ക്കുക. ചെറിയ ചൂടായിട്ടുണ്ട്. ഇത് കൈമ പൊട്ടാതിരിക്കാൻ വേണ്ടി ഇത്തിരി വെളിച്ചെണ്ണ എടുത്ത് തടവി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഓരോ പ്രാവശ്യം എടുത്തിട്ട് ഞാൻ ഉണ്ടയല്ല, അത് ഇതേ ഷേപ്പിലാണ്. ഓരോർക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഓരോർക്ക് ഉണ്ടാക്കാം കേട്ടോ. അതെ ഞാൻ ഇതുപോലത്തെ ഷേപ്പിലാണ് ഉണ്ടാക്കണത്. പൊരിച്ചെടുക്കാനാണ്. നീളനല്ല, റൗണ്ടും അല്ലാത്ത രീതിയിൽ ഈ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അതുപോലെ ഞാൻ എല്ലാം പരത്തിയെടുക്കട്ടെ.
ഞാനിത് ഈ വട പൊരിച്ചെടുക്കാൻ പോകണം. മാങ്ങയും ക്യാരറ്റും കൊണ്ടുള്ള വട പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് ഷേപ്പാക്കി എടുത്തേക്കണേ. ഒരു കടായി വെച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഓയിൽ ചൂടായേക്കണതാണ്. ഞാനിത് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. വട ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനത് മറിച്ചിട്ട് കൊടുത്ത് ഇതുപോലെയാണ് വെന്ത് കിട്ടിയേക്കണം. ഇതേ ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. ടേസ്റ്റിയായ പലഹാരമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഞാനൊന്ന് ബ്രെഡ് പൊടിയിൽ ഒന്ന് മുക്കിയിട്ട് പൊരിക്കേണ്ടതാണ് കേട്ടോ. മറ്റോണം വെറുതെ പൊരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒന്ന് ബ്രെഡിൻ്റെ പൊടി ഇവിടെ ഇരിക്കണതുണ്ട്, അപ്പോൾ ഒന്ന് മുക്കി പൊരിക്കാമെന്ന് വിചാരിച്ചാണ്. വെറുതെ പൊരിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ബ്രെഡ് പൊടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിലും മുക്കൊന്നുമില്ല. ഒരു കോട്ടിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ. വെന്ത് വരട്ടെ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാങ്ങ കൊണ്ടുള്ള ചായക്കടിയാണ് കേട്ടോ അത്. ഇത് നമ്മുടെ ഉള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കിയതാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ. എല്ലാം സപ്പോർട്ട് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് മുമ്പോട്ട് പോകാനും പറ്റുകയുള്ളൂ. ഇത് നല്ല സോഫ്റ്റായി, ക്രിസ്പി അല്ല കേട്ടോ, നല്ല സോഫ്റ്റാണ്. ഏത് കുഞ്ഞു കൊച്ചമ്മൾക്കും വയസ്സായ പല്ലില്ലാത്ത അമ്മമാർക്കായാലും ആർക്കായാലും കഴിക്കാവുന്ന നല്ല സോഫ്റ്റായ പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.